സംസ്ഥാനത്ത് അതിശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. ഇതിന്റെ വിവരങ്ങളുമായി വിവിധ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. സുലേഖയാണ് ചേരുന്നത്. സുലേഖ, ഗുഡ് മോർണിംഗ്. എന്തായാലും മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. എന്താണ് പൊതുവായിട്ടുള്ള മുന്നറിയിപ്പിൽ പറയുന്ന കാര്യങ്ങൾ? ഒപ്പം തിരുവനന്തപുരം ജില്ലയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇന്നെന്തായാലും 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഒപ്പം 4 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഈ കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ തന്നെ അത് വടക്കൻ കേരളത്തിൽ ആയിരിക്കും. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ വടക്കൻ കേരളത്തിലായിരിക്കും ഇപ്രാവശ്യവും ഈ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ഒപ്പം എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് തുടരുന്നൊരു സാഹചര്യമുള്ളത്. ഓറഞ്ച് അലർട്ട് എന്ന് പറയുന്നത് അതിശക്തമായ മഴയുണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. യെല്ലോ അലർട്ട് എന്ന് പറയുന്നത് ശക്തമായ മഴ സാധ്യതയാണ്. ഒപ്പം ഈ മഴ സാധ്യതയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിൽ കാലവർഷം ഒരു ഇടവേള നൽകിയിരുന്നു. സംസ്ഥാനത്ത് കാലവർഷത്തിനൊരു ഇടവേളയുണ്ടായിരുന്നു. ആ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാലവർഷം ശക്തി പ്രാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ കടലാക്രമണ സാധ്യത ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. കേരള തീരത്തും ഒപ്പം കർണാടക, തെക്കൻ തമിഴ്നാട് തീരത്തും ഇത്തരത്തിൽ കടലാക്രമണ സാധ്യതയും ഒപ്പം ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശത്ത് താമസിക്കുന്നവരും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും ഒപ്പം കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനുള്ള സാധ്യതയാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ എല്ലാവരും തന്നെ, പ്രത്യേകിച്ച് മലയോര പ്രദേശത്ത് താമസിക്കുന്നവരും ഒപ്പം കടലോരത്ത് താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതോറിറ്റികൾ നൽകുന്നുണ്ട്. ഒപ്പം കൃത്യമായ ജാഗ്രത ജനങ്ങളും പാലിക്കണമെന്നാണ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇന്നലെ നല്ല രീതിയിലുള്ള ഒരു മഴ തിരുവനന്തപുരം നഗരത്തിലടക്കം ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി ഈ മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമാണ് തിരുവനന്തപുരത്തുള്ളത്. പ്രിയ. ശരി സുലേഖ.